ജേക്കബ് ജോർജ് കൂടി നമ്മളോടൊപ്പം ഇപ്പോൾ ചേർന്നിട്ടുണ്ട്. ശ്രീ ജേക്കബ് ജോർജ്, കോൺഗ്രസിൽ സതീശൻ ഒരു പ്രശ്നമായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കി കുറേ അധികം പേരുണ്ട്. അവരിൽ പലരും പെട്ടെന്ന് ചെന്നിത്തലയെക്കുറിച്ച് ഓർക്കുന്നു. ചെന്നിത്തലയ്ക്കൊരു വലിയ ആവേശമുണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അവരൊക്കെ പെരുന്നയിൽ ഇടപെടുന്നു. പെരുന്നയിൽ നിന്ന് ഒരു വ്യാഴവട്ടക്കാലത്തിന് ശേഷം ഒരു വിളി വരുന്നു. അത് പെട്ടെന്ന് ശ്രീ സുകുമാരൻ നായർക്കൊരു ഉൾവിളി ഉണ്ടായതല്ല. അതിന് വേണ്ട പ്രവർത്തനങ്ങളൊക്കെ കോൺഗ്രസിനകത്തും നിന്നൊക്കെ അവിടെ നടത്തിയിട്ടുണ്ട്. അതിനൊരു ഫലം കാണുന്നു. ഇത് സതീശനെ ലക്ഷ്യം വെച്ചാണോ, രമേശ് ചെന്നിത്തലയ്ക്ക് ഗുണമുണ്ടാക്കാനാണോ, ഇത് ഇത്ര നേരത്തെ എന്തിനാണ്? ഇതൊക്കെയാണ് ചോദ്യങ്ങൾ. അല്ല ലാലേ, ഞാനൊന്ന് ചോദിക്കട്ടെ. ഈ NSS നോക്കിയാൽ രമേശ് ചെന്നിത്തല അല്ലെങ്കിൽ VD സതീശനെ ആരെയെങ്കിലും മുഖ്യമന്ത്രിയാക്കാൻ പറ്റുമോ? എനിക്കങ്ങനെ തോന്നുന്നില്ല. NSS ഒരു സമുദായ സംഘടനയാണ്. അത് പൊതുവേ കോൺഗ്രസിനോട് അനുകൂല നിലപാടെടുക്കുന്ന ഒരു സംഘടനയാണ്. വർഷങ്ങളായിട്ട് അങ്ങനെയാണത് നിൽക്കുന്നത്. പക്ഷേ നായർ സമുദായ അംഗങ്ങൾ നല്ലൊരു പങ്കും ഇപ്പോൾ BJPയിലേക്ക് ചേക്കേറി എത്രയോ വർഷങ്ങളായിട്ടുള്ള ഒരു മൈഗ്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ CPMൽ നല്ല നായന്മാരുണ്ടല്ലോ, അതുപോലെ കോൺഗ്രസ്സിലുണ്ട്, മറ്റെല്ലാ കക്ഷികളിലും അങ്ങനെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് സംഘടനയിലെ ഒരു നേതാവിനെ തന്നെയായിട്ട് NSSന് അങ്ങനെ പിന്തുണയ്ക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. രണ്ടാമത് ലാല് പറഞ്ഞത് സതീശന് വലിയ പ്രശ്നമായിട്ടുണ്ടെന്നാണ്. സതീശൻ പ്രതിപക്ഷ നേതാവാണ്. സതീശൻ പാലക്കാട് വിജയം നേടിയത് കോൺഗ്രസിനകത്തൊരു ഒരു വശത്ത് ലാൽ പറയുന്നത് പോലെ പ്രശ്നമായിട്ടുണ്ട് എന്ന് നമുക്ക് വാദത്തിന് വേണ്ടി സമ്മതിക്കാം. പക്ഷേ ആ വിജയം ഒരു വിജയം തന്നെയാണ്. ആ വിജയം VD സതീശനെ ഒരു പടി ഉയർത്തിയിട്ടുണ്ട്. ചേലക്കര കൂടെ കിട്ടിയിരുന്നെങ്കിൽ VD സതീശനെ എവിടെയെങ്കിലും പിടിച്ചാൽ നിൽക്കുമായിരുന്നില്ല. അതാണ് സ്ഥിതി. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ രമേശ് ചെന്നിത്തല NSS മന്നം ജയന്തിയിൽ പ്രസംഗിക്കാൻ പോകുന്നു എന്നത് കണ്ടിട്ട് അത് അത്ര വലിയൊരു പ്രശ്നമെന്ന് തോന്നുന്നില്ല. പക്ഷേ ഇതിനകത്ത് നടക്കുന്നത് അതൊരു പ്രശ്നമാണോ ഇല്ലയോ എന്നുള്ളതല്ല. പക്ഷേ സുകുമാരൻ നായർക്ക് അത് പെട്ടെന്ന് അങ്ങനെ ഈ 10 വർഷം തോന്നാത്തത് 11-ാം വർഷം തോന്നണമെങ്കിൽ അതൊരു കാരണം വേണമല്ലോ. ഈ വർഷം വിളിച്ചേക്കാമെന്ന് തോന്നിയത് അവർ തമ്മിൽ പ്രശ്നമുണ്ടെന്നുള്ളത് മാധ്യമപ്രവർത്തകർക്കെങ്കിലും സമ്മതിക്കാവുന്ന കാര്യമാണ്. ആ പ്രശ്നത്തിനിടയിൽ അദ്ദേഹത്തെ വിളിക്കാൻ തോന്നിപ്പിച്ചത് ആരെങ്കിലുമൊക്കെ ആയിരിക്കുമല്ലോ. അതായിരിക്കാം, അതിന് സംശയമൊന്നുമില്ല. കാരണം രമേശ് ചെന്നിത്തലയെ NSSൻ്റെ 4 അതിരുകളിൽ നിന്ന് ഒഴിച്ചു നിർത്തിയിരിക്കുകയായിരുന്നു. അതിന് കാരണം സുകുമാരൻ നായർ തന്നെയാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് VD സതീശൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ എന്താ, കോൺഗ്രസ് നേതാവല്ലേ, അത് കോൺഗ്രസിനല്ലേ ഗുണം. നായർ സമുദായം ഒരു കോൺഗ്രസ് നേതാവിനെ പ്രസംഗിക്കാൻ വിളിച്ചാൽ എന്താ കുഴപ്പം നാട്ടുകാരെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതിന് നേട്ടം മുഴുക്കുകയും കോൺഗ്രസിനല്ലേ കിട്ടുക എന്നാണ് അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാനം. എന്തെങ്കിലും ഒരു വ്യത്യാസം ഇന്നലത്തേതിൽ നിന്ന് വ്യത്യാസം ഉള്ള ഒരു ബോഡി ലാംഗ്വേജ് VD സതീശനിൽ താങ്കൾ ഇന്ന് കണ്ടോ? അല്ല, ആ ഉത്തരം പറഞ്ഞത് അങ്ങനെ അത്രയും മര്യാദയ്ക്ക് സതീശൻ ഒരു മറുപടി പറയുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും കേട്ടിട്ടില്ല. VD സതീശന് ചിലപ്പം ബോഡി ലാംഗ്വേജൊക്കെ മാറ്റേണ്ടി വരുമായിരിക്കും. കാരണം VD സതീശൻ ഇത്തിരി കർശന സ്വഭാവത്തിലാണ് പലരോടും ഇടപെടുന്നത് എന്നൊരു ആരോപണം പരക്കെയുണ്ട്. മാധ്യമപ്രവർത്തകരോടും അദ്ദേഹം ഇടപെടുന്ന പത്രസമ്മേളനത്തിലും ഒക്കെ ചില കോൺഗ്രസ് നേതാക്കന്മാരോടും അങ്ങനെയൊക്കെ ഇടപെടുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ എൻ്റെ ഒരു അഭിപ്രായം, കോൺഗ്രസിനകത്ത് പ്രതിപക്ഷ നേതാവ് സാധാരണ അടുത്ത മുഖ്യമന്ത്രിയാവുക ആണ് പതിവ്. ഇപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അത് കിട്ടേണ്ടതായിരുന്നു. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ സംഭവിക്കാതിരുന്നത് ഒരു നല്ല പങ്കും അദ്ദേഹത്തിൻ്റെ തന്നെ കുറ്റം കൊണ്ടാണ്. വല്ല കാര്യമുണ്ടായിരുന്നോ? മാണി സാറിൻ്റെ KM മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെ പറഞ്ഞു വിട്ടിട്ട്? അത് രമേശ് ചെന്നിത്തലയും ബെന്നി ബെഹനാനും കൂടിയല്ലേ അവരെ ഓടിച്ചു വിട്ടത്. അവർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൈ നീട്ടി സ്വീകരിച്ചു. അവർ തന്നെ മാന്യമായിട്ട് LDFിലിരിക്കുന്നു. ഈയിടെ കുറേ പത്രവാർത്തകളൊക്കെ വന്നുവല്ലോ. പത്രവാർത്തകൾ വന്നത് ഇതാ മാണി ഗ്രൂപ്പ് ഉടൻ തന്നെ UDFിലേക്ക് തിരിച്ചു പോകും എന്നാണ്. എന്നിട്ട് എന്തായി? VD സതീശൻ തന്നെ പറയുന്നുണ്ട് അവരെ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന്.
കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് അറിയാം, അവർക്ക് വളരെ സന്തോഷകരമായിട്ട് കഴിയുകയാണ് ഇടതുപക്ഷത്ത്. ഒരു റോഷി അഗസ്റ്റിൻ മന്ത്രിസ്ഥാനമുണ്ട്, നല്ല മാന്യമായ ഇടപെടൽ നടത്തുന്നു, അവരെ ആരും പുകച്ച് പൂർത്തിയടിക്കുന്നില്ല. ഒരു സീറ്റ് കൊടുത്താൽ പുറകെ വേറെ കോൺഗ്രസ്സുകാർ എന്നത് പാരവെക്കാൻ പോവുകയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ വളരെ സംതൃപ്തമായിട്ട് കഴിയുന്നു. അതാണ് രമേശ് ചെന്നിത്തലയ്ക്ക് പറ്റിയ വീഴ്ചയാണത്. അപ്പോൾ അങ്ങനെ ഒരു മാറ്റവും ഇല്ലാത്ത സാഹചര്യത്തിലും ആകെ മാറിയിരിക്കുന്നത് രമേശ് ചെന്നിത്തലയെ തിരിച്ചു പെരുന്നയിലേക്ക് വിളിച്ചിരിക്കുന്നു എന്നതാണ്. അപ്പോൾ അത് ഒരു കാരണവും ഇല്ലാതെ വരുന്നു എന്ന് ഇപ്പോഴും ആ കാരണം പറയാൻ പറ്റുന്നില്ല എന്നാണോ? അവിടെ കാരണം സതീശനാണ്. തൽക്കാലം കോൺഗ്രസിൻ്റെ നേതൃത്വ നിരയിൽ ഒരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അവരാണ് രമേശ് ചെന്നിത്തല മാത്രമേ ഇനി അതിനൊരു പരിഹാരമായി അവിടെ ഉള്ളൂ. ഒരു നേരത്തെ ലാൽകുമാർ പറഞ്ഞതുപോലെ ഒരു പാൻ കേരള എക്സ്പോഷറുള്ള ഒരു നേതാവ് ഇപ്പോൾ കോൺഗ്രസ്സിലുള്ളത്. വെള്ളാപ്പള്ളി പറഞ്ഞതുപോലെ ഒരു അല്പം ഇരുത്തം വന്ന നേതാവ് കോൺഗ്രസ്സിൽ രമേശ് ചെന്നിത്തല. അതുകൊണ്ട് അദ്ദേഹത്തെ തമ്മിൽ ഭേദം എന്ന ഗണത്തിൽപ്പെടുത്താം എന്നാണ്. ലാലേ, നമുക്കൊക്കെ അറിയാം രമേശ് ചെന്നിത്തല അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചിരുന്ന പ്രതിപക്ഷ നേതാവാണ്. നമ്മളൊക്കെ ചാനൽ ചർച്ചകളിലും അന്നൊക്കെ നമ്മൾ എഴുതിക്കൊണ്ടിരുന്നതും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രമേശ് ചെന്നിത്തലയാണ് അടുത്ത മുഖ്യമന്ത്രി ആവേണ്ടത്. അടുത്ത UDF ഭരണത്തിൽ വന്നാൽ UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയാവും. രമേശ് ചെന്നിത്തല അവിടെ പല സംവിധാനങ്ങളും ഉണ്ടാക്കുകയും ചെയ്തു. ഞാൻ മുഖ്യമന്ത്രിയായാൽ എന്ത് ചെയ്യണം, ആരെ നിയമിക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുത്തിരുന്നു അത്രേ. പക്ഷേ കൈവിട്ടു പോയി. അദ്ദേഹത്തിന് അതുകൊണ്ട് പ്രായമൊന്നും ആയിട്ടില്ല കേട്ടോ രമേശ് ചെന്നിത്തലയ്ക്ക്. രമേശ് ചെന്നിത്തലയ്ക്ക് എത്ര വയസ്സായെന്ന് എനിക്ക് നന്നായിട്ടറിയാം. മുഖ്യമന്ത്രിയാകാൻ നല്ല ആരോഗ്യവും പ്രായവും ഒക്കെ ഉണ്ട്. അദ്ദേഹം അതിനുവേണ്ടി അത് ഏത് വർഷത്തെ ഉദ്ദേശിച്ചാണ് താങ്കൾ പറയുന്നത് എനിക്കറിയില്ല. പക്ഷേ 2026 നോക്കണ്ടെന്നാണ് CPM പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പോൾ ആരും ആ ധൈര്യം വെള്ളാപ്പള്ളി പോലും പറയുന്നില്ല. പക്ഷേ വെള്ളാപ്പള്ളി അങ്ങനെ നമ്പാൻ പറ്റുമോ ലാലേ? എനിക്കതാ സംശയം. വെള്ളാപ്പള്ളിയുടെ മോൻ എവിടെയാണ്? തുഷാർ വെള്ളാപ്പള്ളി എവിടെയാണ്? അദ്ദേഹം കേരളത്തിൽ BJP മുന്നണിയുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ കക്ഷിയാണ്, അറിയാമോ കേരളത്തിൽ? അതാണ് ഓർക്കേണ്ടത്. അദ്ദേഹത്തിൻ്റെ വെള്ളാപ്പള്ളിയുടെ ഭാര്യ വരെ BJP സ്ഥാനത്തിൽ വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ. എങ്ങനെ വെള്ളാപ്പള്ളിയെ നമ്പാനാവും? രമേശ് ചെന്നിത്തലയ്ക്ക് മാത്രമല്ല, ഏതെങ്കിലും കോൺഗ്രസ് പാർട്ടി ഏതെങ്കിലും നേതാവിന് നമ്പാനാവുമോ?